ഇടക്കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ട് നിയമസഭയിൽ ഉന്നയിച്ച് കെ ബാബു MLA. ഇടക്കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ട് തടയുന്നതിന് സംരക്ഷണ ഭിത്തിയും സ്ലൂയിസും നിർമ്മിക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. നിയമസഭയിൽ കെ ബാബു MLAയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായിട്ടാണ് സഭയിൽ റോഷി അഗസ്റ്റിൻ ഇക്കാര്യം പറഞ്ഞത്. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊച്ചി കോർപ്പറേഷൻ പ്രദേശങ്ങളായ ഇടക്കൊച്ചി, പള്ളുരുത്തി, കോണം എന്നീ സ്ഥലങ്ങളിലും കുമ്പളം പഞ്ചായത്തിലും വൈപ്പിൻ, എറണാകുളം, കൊച്ചി, പറവൂർ എന്നീ നിയോജകമണ്ഡലങ്ങളിലും നിരന്തരമായി വേലിയേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല MLAമാരുമായിട്ട് സംസാരിച്ചപ്പോൾ തീരദേശങ്ങളിലുള്ള എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഈ പ്രശ്നം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാർ, കാലാകാലങ്ങളായി കായലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ നീക്കം ചെയ്യാത്തതിനാൽ കായലിൻ്റെ സംഭരണശേഷി കുറയുന്നതും കാലാവസ്ഥാ വ്യതിയാനവും വേലിയേറ്റത്തിന് മുഖ്യ കാരണമാകുന്നുണ്ട്. സാർ, വെമ്പനാട് കായലിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ വെമ്പനാട് കായലിൻ്റെ കാരിയിങ് കപ്പാസിറ്റി 80% കുറഞ്ഞു. 8 മീറ്റർ ആഴം ഉണ്ടായിരുന്ന കായലിന് ഇപ്പോൾ 2 മീറ്ററേ വീതിയുള്ളൂ. 4000 ടൺ മാലിന്യങ്ങളാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അപ്പോൾ കായലിൻ്റെ സംഭരണശേഷി കുറഞ്ഞതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ, സാധാരണഗതിയിൽ ഫെബ്രുവരി മാസത്തോടെ ഈ വേലിയേറ്റം അവസാനിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ വേലിയേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ കായലിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാർ, വീടുകളിൽ വെള്ളം കയറി ആളുകൾക്ക് വീടുകളിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. സാർ, ഒരു വെള്ളം കയറി കക്കൂസുകളിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് അത് കുടിവെള്ള ടാങ്കുമായി കലർന്ന് കുടിവെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. പൈപ്പിലെല്ലാം ഈ മാലിന്യം നിറഞ്ഞ വെള്ളം കയറി അവർക്ക് വെള്ളം കുടിക്കാൻ പോലും തീരദേശവാസികൾക്ക് സാധിക്കുന്നില്ല. കാലാകാലങ്ങളായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ വെള്ളക്കെട്ടിനും അനുബന്ധ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിനായി മേൽ സ്ഥലങ്ങളിലെ കായലുകൾക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനും എക്കൽ നീക്കി ആഴം വർദ്ധിപ്പിക്കുന്നതിനും സ്ലൂയിസ് നിർമ്മിക്കുന്നതിനും വേണ്ടി വിഭാവന ചെയ്ത പ്രവൃത്തിയാണ് 15/5/2023 GORT നമ്പർ 458/2023 ഉത്തരവ് പ്രകാരം 4.85 കോടി രൂപയ്ക്ക് ഭരണാനുമതി നൽകിയിട്ടുള്ളതും 2/2/24 സാങ്കേതിക അനുമതി നൽകിയിട്ടുള്ളതുമാണ്. പ്രസ്തുത പ്രവൃത്തി നടപ്പിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് ലൊക്കേഷൻ ബേസ് ചെയ്ത 3 പ്രവർത്തികളായി വിഭജിച്ച് തയ്യാറാക്കിയ 4.85 കോടി രൂപയുടെ എസ്റ്റിമേറ്റും അനുബന്ധ വിവരങ്ങളും അടങ്ങിയ വിശദമായ പദ്ധതി റിപ്പോർട്ട് ഭരണാനുമതി പുനഃക്രമീകരിച്ച് നൽകുന്നതിനായി സർക്കാർ ലഭിച്ചിട്ടുണ്ട്. ആയത് പരിശോധിച്ച് വരികയാണ്. അത് വളരെ ഗൗരവപൂർവ്വമായി തന്നെ കാണാം. ധനകാര്യ വകുപ്പിലാണ് ഇപ്പോൾ അതുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് അനുമതി മേടിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടക്കൊച്ചി, പെരുമ്പടപ്പ്, കുമ്പളം പ്രദേശങ്ങളിൽ വേലിയേറ്റം തടയുന്നതിനായി 4.85 കോടി രൂപയുടെ പദ്ധതി എസ്റ്റിമേറ്റ് ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയിരുന്നു. തുക അധികമായതിനാൽ പ്രവൃത്തി ഏറ്റെടുക്കുവാൻ കരാറുകാർ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് തുകയിൽ മാറ്റം വരുത്താതെ 3ആയി വിഭജിച്ച് ടെൻഡർ ചെയ്യുന്നതിനുള്ള അനുമതിക്കായി ധനകാര്യ വകുപ്പിന് സമർപ്പിച്ചു. ഈ പ്രവൃത്തിക്ക് അടിയന്തരമായി ഭരണാനുമതി നൽകി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കെ ബാബു MLA ആവശ്യപ്പെട്ടു. 4.85 കോടി രൂപയുടെ എസ്റ്റിമേറ്റും വിശദമായ പദ്ധതി റിപ്പോർട്ടും സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും പ്രദേശത്തെ ആവശ്യം മനസ്സിലാക്കി പ്രവൃത്തിക്ക് അടിയന്തര അനുമതി ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഇറിഗേഷൻ വകുപ്പ് നേരിട്ട് തന്നെ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.